ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ സൺഡേ എപ്പിസോഡ്സിൻ്റെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓൾറെഡി നമുക്കറിയാമായിരുന്നു ലക്ഷ്മിയാണ് എവിക്റ്റായി പോകുന്നതെന്ന്. പക്ഷേ ഒരു കാറ് കൊണ്ടുപോയിട്ടുള്ളൊരു പ്രഹസനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി പ്രൊമോയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അക്ബറിനൊരു വലിയ വരവ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസ് അത് ചെയ്തത്. എനിവേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അബൌട്ട് അനുമോളിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂയിൽ അനുമോളെ ചെറുതായിട്ട് കുറ്റപ്പെടുത്തുകയും നെവിനെ എന്ത് പറഞ്ഞാൽ ആ അനുമോളുടെ അടുത്തോട്ട് പോയി ഇങ്ങനെ എന്താ പറഞ്ഞാൽ അടുത്തടുത്ത് പോയി നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് അതിനൊന്നും ബിഗ് ബോസ് ലാലേട്ടനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനുമോൾ ചെയ്തതിന് ഒരു കുറ്റമായിട്ടാണ് പറഞ്ഞത്. എനിവേ, അതങ്ങനെ വരത്തുള്ളൂ. അനുമോളും ആര്യനും നെവിനും അക്ബറൊക്കെയാണ് ബിഗ് ബിയുടെ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ക്ലാസ്സിൽ, അതേപോലത്തെയാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് നടന്നിരുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ടാസ്ക് കൊടുത്തു. അതിൽ നെവിന് ആണ് ആദ്യം ചെയ്തത്. 10 സെക്കൻഡ് കൊണ്ട് നെവിന് ആ ഒരു ബോൾ ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പുറത്തേക്ക് ഇടാനുള്ളതായിരുന്നു. ഓൾറെഡി പ്രൊഫഷൻ്റെ ഭാഗമാണ് നെവിൻ്റെ. അപ്പം നെവിനത് നിസ്സാരമായി ചെയ്തു. പിന്നെ നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം തന്നെ സേവ് ചെയ്തു. അക്ബറിനെയും ലക്ഷ്മിനെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും സേവ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം സംഭവിച്ചത് അനീഷിൻ്റെ ജയിലിൻ്റെ കാര്യം. അതായത് 5 പ്രാവശ്യം അനീഷ് പോയി, കണ്ടിന്യൂസ് ആയിട്ട് 4 പ്രാവശ്യം പോയി. അപ്പം അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ഒരു ഉദ്ഘാടനം അത് നടത്തി. അവിടെ അനീഷിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പുറത്ത് PR ഫാൻസും അനീഷിനെ അപഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസ്റ്റും കമൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അനീഷിനത് വലിയ ഫണ്ണായിട്ട് തോന്നിയില്ല. പക്ഷേ ലക്ഷ്മിയായിട്ട് ബാക്കി ഈവൻ ലാലേട്ടൻ പോലും പറഞ്ഞു അതൊരു ഫണ്ണാക്കി തമാശയായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. എന്നാലും അനീഷിൻ്റെ മുഖം അത്ര ഹാപ്പി ആയിരുന്നില്ല. എനിവേ, പിന്നെ അക്ബർ മോനെ വെളുപ്പിക്കലായിരുന്നു. പിന്നെ മോനെ അക്ബർ പറയൂ, എന്ത് കാര്യമുണ്ടെങ്കിലും പറയൂ അക്ബർ, എന്താണ് അവിടെ നടന്നത്, എന്താണ് അക്ബറിൻ്റെ ഇതിലെ ഒരു പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. സ്വാഭാവികം. അതിപ്പം 11, 12, 13 വീക്കായി എന്നിട്ടും അക്ബർ മോനെ വിട്ടൊരു കളിയില്ല. ഇപ്പോൾ ലൈവിൽ പുതിയൊരു നാടകം നടന്നിട്ടുണ്ട്. 3 പേരെയും ക്യാപ്റ്റനാക്കി. ഇൻ കേസ് ഇനി അക്ബർ ക്യാപ്റ്റനാകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ബിഗ് ബോസ് പേടിച്ചിട്ട് 3 പേരെയും ക്യാപ്റ്റനാക്കി. അത് വേറെ കാര്യം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ അക്ബറിനെ കാറിൽ കയറ്റി തിരിച്ചു കൊണ്ടുവരാൻ നേരം അക്ബർ ബ്ലൈൻഡ് ഫോൾഡ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഫുൾ ഊരിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ ഒരു പുറത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് ചിലപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് തിട്ടപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാനായിരിക്കും എന്നൊക്കെ പറയുന്നു. എനിവേ, അതിനു ശേഷമുള്ള അക്ബറിൻ്റെ പെരുമാറ്റത്തിൽ കുറച്ച് ഡിഫറൻസ് കാണുന്നുണ്ട്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അതിന് ശേഷമുള്ള അക്ബറിൻ്റെ പെരുമാറ്റം. എനിവേ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ നടന്നത് അക്ബർ തിരിച്ചു വരുന്നു. അക്ബറിന് ബിഗ് ബോസ് പറഞ്ഞു ആ സ്റ്റോർ റൂമിൽ പോയി ഒരു കത്ത് വായിക്കാൻ. അതിൽ പറഞ്ഞിരിക്കുന്നത് അക്ബറിനൊരു രാജകീയ എന്താ പറയുക തിരിച്ചുവരവ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ലെറ്ററാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, പ്രഷറായി നമുക്ക് തോന്നിയിട്ടില്ല. അക്ബറിൻ്റെ ഫാൻസിനോ അക്ബറിൻ്റെ PR ആയിരിക്കും തോന്നിയത്. അങ്ങനെ ഒരു ലെറ്റർ എഴുതി എതിർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിവേ, പിന്നെ പറഞ്ഞിരുന്നത് സീക്രട്ട് ടാസ്കിനെ പറ്റി വലുതായിട്ട് ചോദിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ അത് ഷാനവാസാണല്ലോ ചെയ്തത്. ഇപ്പോൾ അക്ബറാണ് ചെയ്തിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കുലങ്കർഷമായി അവിടെ ചർച്ച ചെയ്തേ. പക്ഷേ ഇത് വലുതായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരോട് ചോദിച്ചു ആര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ലാലേട്ടൻ ചോദിച്ചു ആർക്കെങ്കിലും മനസ്സിലായത് പറയാൻ കാരണം. അപ്പോൾ സാബുമോനും ആര്യനും കൈപൊക്കി. പക്ഷേ ആര്യൻ ഓൾറെഡി അറിയത്തില്ലായിരുന്നു. ആര്യന് ഭയങ്കര സങ്കടമായിരുന്നു അതിലെ നോമിനേറ്റ് ചെയ്ത്. ചുമ്മാ വലിയ ബ്രില്യൻ ഗെയിമറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ കൈപൊക്കി. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ കൈപൊക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അക്ബറിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആര്യൻ്റെ ആ ഒരു ഉഡായിപ്പ് അവിടെയും ആര്യൻ നടത്തി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ കോയിൻ മാറ്റിയ കാര്യം. അത് ആര്യനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും ബിഗ് ബോസ് അത് ആര്യനോട് ചോദിക്കുകയോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആര്യനെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആര്യനാണ് എന്ന് ആർക്കും മനസ്സിലായത് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അറിയാം അത് ആര്യനെ എടുത്തേക്കുന്നത്. പക്ഷേ ബിഗ് ബോസോ ലാലേട്ടനോ അതിന് എഗനിസ്റ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കാളെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു വക അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് സൺഡേ എപ്പിസോഡിലെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ സംസാരിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഫേവററ്റിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. ആര്യൻ അക്ബർ എന്ത് ചെയ്താലും അവിടെ ഒരു കുഴപ്പവുമില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഫേവററ്റിസം കാണണമെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ ഫേവററ്റ്സം ഉള്ളത്. ബിക്കോസ് ഷോ ഡയറക്ടർ അക്ബറിൻ്റെ ഫ്രണ്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം ആര് കപ്പ് അടിക്കണം എന്ന് നമുക്ക് നോക്കാം.